നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള മനസ്സാക്ഷിയെ വെല്ലുവിളിക്കുകയാണ് ഈ സർക്കാർ. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. നാളെ ഹൈക്കോടതി ഇക്കാര്യം സർക്കാർ അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ രീതിയിലാണെന്നും കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുമെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഉറപ്പു നൽകും. നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്ന കൊലപാതകത്തെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാൻ ഇരിക്കവെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കങ്ങൾ. പോലീസ് അന്വേഷണത്തിൽ യാതൊരുവിധ പാളിച്ചകളുമില്ല എന്ന് സംസ്ഥാന സർക്കാർ നാളെ ഹൈക്കോടതിയിൽ വിശദീകരിക്കും. അന്വേഷണം CBIക്ക് വിടേണ്ട യാതൊരുവിധ സാഹചര്യവും മുന്നിലില്ല. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് ആദ്യം പ്രഖ്യാപിച്ചത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇപ്പോൾ അതേ നിലപാടിലെത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാരും. സർക്കാർ സ്വീകരിക്കുന്ന ഈ നിലപാട് നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു. CBI അന്വേഷണത്തെക്കുറിച്ച് പാർട്ടിക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്ന് MV ഗോവിന്ദൻ വിശദീകരിച്ചിരുന്നു. CBI കൂട്ടിലടച്ച തത്തയാണ്. നവീൻ ബാബുവിന്റെ കൊലപാതകം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ CPM പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് ഇത്തരം നിലപാടുകളിലൂടെ. ആദ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറി CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അതിനു പിന്നാലെ സംസ്ഥാന സർക്കാർ തങ്ങളുടെ നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുന്നു. ADMന്റേത് ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ്. പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസ് വ്യഗ്രതയെന്ന് നേരത്തെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമായി പറയുന്നു. സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് ലെവലേശം വിശ്വാസമില്ല എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു മഞ്ജുഷ. ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലും ഇക്കാര്യം ആവർത്തിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു പ്രഹസനം മാത്രമാണ്, ഒരുവിധ നീതിയും തങ്ങൾക്ക് ലഭിക്കില്ല എന്ന് മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ എടുത്തു പറയുന്നു. പ്രതിയായ PP ദിവ്യ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി. പോഷക സംഘടനകളുടെ ഭാരവാഹിയാണ് അവർ. അതുകൊണ്ട് തന്നെ കേസ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട നിലയിലാണ്. SIT എന്നത് പേരിന് മാത്രമാണ്. തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് യാതൊരുവിധ താല്പര്യങ്ങളുമില്ല. പ്രതിയുമായി ചേർന്ന് രക്ഷപ്പെടാനുള്ള വ്യാജ തെളിവുകളുടെ ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ അനുവദിക്കരുത് കോടതിയെന്ന ആവശ്യമാണ് മഞ്ജുഷ ഹൈക്കോടതിക്ക് മുൻപിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഹർജിക്കാരുടെ ആവശ്യം വ്യക്തമായ അന്വേഷണമാണ്. ഇതൊരു കൊലപാതകമാണ് എന്നെങ്ങനെ പറയാൻ കഴിയും എന്ന ചോദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ മഞ്ജുഷയോട് ചോദിച്ചിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നത് കൊണ്ട് എന്തു കുഴപ്പം എന്ന ചോദ്യവും ഹൈക്കോടതി ഉയർത്തിയിരുന്നു. അതിനൊക്കെ വ്യക്തമായ മറുപടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിക്ക് മുൻപാകെ പറഞ്ഞത്. വ്യാജ തെളിവുകൾ കുത്തിനിറച്ച് പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള റിപ്പോർട്ടാകും കോടതിയിലെത്തുക. രാഷ്ട്രീയ സ്വാധീനത്തിനും അപ്പുറത്ത് പ്രതിക്ക് എങ്ങനെ കേസിനെ വഴിതെറ്റിക്കാൻ കഴിയും എന്ന ചോദ്യത്തിനും മഞ്ജുഷ ഹൈക്കോടതിയിൽ ഉത്തരം നൽകി. ഉന്നത സ്വാധീനമുള്ള പ്രതികൾ ഈ കേസിനെ വഴിതെറ്റിക്കാൻ എല്ലാവിധ നീക്കങ്ങളും നടത്തുന്നു. കേസിൽ കൃത്യമായ തെളിവുകൾ അവർ ശേഖരിക്കുന്നില്ല. നവീൻ ബാബു കൊല്ലപ്പെട്ട ആ രാത്രിയിൽ എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് യാതൊരുവിധ വ്യക്തതയുമില്ല അന്വേഷണ സംഘത്തിന്. അവർ ബോധപൂർവം തെളിവുകൾ ശേഖരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. നവീൻ ബാബു ചെന്നിറങ്ങി എന്ന് പറയുന്ന മുനീശ്വരൻ കോവിലിന് മുന്നിലെ പോലും CCTV ദൃശ്യങ്ങൾ അവർ ശേഖരിച്ചില്ല. റെയിൽവേ സ്റ്റേഷനിലെയോ പിന്നീട് നവീൻ ബാബു സഞ്ചരിച്ച ഇടങ്ങളിലെയോ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് അവർ പരിശോധിച്ചില്ല? കേസിൽ പ്രതിപ്പട്ടികയിലേക്ക് കടന്നു വരേണ്ട കളക്ടറുടെയും പ്രശാന്തന്റെയും ഒന്നും മൊബൈൽ ഫോണുകൾ പോലും അന്വേഷണ സംഘം വേണ്ട സമയത്ത് ശേഖരിച്ചില്ല, അത് പരിശോധിച്ചില്ല. CBI അന്വേഷണം വേണം എന്ന ശക്തമായ ആവശ്യമാണ് ഹൈക്കോടതിക്ക് മുൻപാകെ മഞ്ജുഷ ഉണർത്തിയത്. ഇതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനോടും CBIയോടും നിലപാട് തേടിയിരുന്നു കേരളത്തിന്റെ ഹൈക്കോടതി. ഇപ്പോൾ സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ ഒരുങ്ങുമ്പോൾ നടുങ്ങി നിൽക്കുകയാണ് കേരളം. CBI കൂട്ടിലടച്ച തത്തയാണെന്നും സംസ്ഥാന പോലീസിന് മേൽ മറ്റൊരു അന്വേഷണം നടത്താൻ CBIയെ അനുവദിക്കരുത് എന്നും ഇപ്പോൾ പറയുന്ന MV ഗോവിന്ദൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായി വിജയൻ CBI അന്വേഷണത്തിനായി ഫയൽ നൽകുമ്പോൾ എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു CBI അന്വേഷണത്തിനുള്ള ഉത്തരവിട്ടു? ചുരുക്കത്തിൽ തരാതരം പോലെ രാഷ്ട്രീയ വിഷയമാക്കി CBIയെ മാറ്റാൻ മാത്രമാണ് ഈ CPM പാർട്ടിക്ക് വ്യഗ്രത.
അതിലപ്പുറം കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള ഏത് നീച പ്രവൃത്തികളും ചെയ്യും എന്ന് കേരളം മനസ്സിലാക്കുന്നു നവീൻ ബാബുവിൻ്റെ ഈ കൊലപാതകത്തിൽ. തുടക്കം മുതൽ അട്ടിമറികളുടെ നീണ്ട ഒരു പരമ്പര തന്നെയാണ് നവീൻ ബാബു കേസിൽ നമ്മൾ കണ്ടത്. നവീൻ ബാബു കൊല്ലപ്പെട്ട രാത്രിയിൽ പലതും ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. എന്തിനേറെ നവീൻ ബാബുവിൻ്റെ ഡ്രൈവർ ഷംസുദ്ദീനെ നേരാവണ്ണം ചോദ്യം ചെയ്യാൻ പോലും കേരള പോലീസ് ശ്രമിച്ചില്ല. ഹൈക്കോടതിക്ക് മുൻപിൽ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി എത്തിയപ്പോൾ മാത്രമാണ് കളക്ടറുടെ മൊഴി പോലും വിശദമായി രേഖപ്പെടുത്താൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മെനക്കെട്ടത്. പ്രശാന്തൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ മൊഴി രേഖപ്പെടുത്താൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒട്ടും ശ്രമിച്ചതേയില്ല. മറുവശത്ത് നവീൻ ബാബുവിനെ അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ തിരക്കിട്ട ഒരുപാട് നാടകീയ പ്രവർത്തനങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂർ വിജിലൻസ് സെൽ നവീൻ ബാബുവിനെതിരായ കൃത്യമായ ഒരു റിപ്പോർട്ട് വിജിലൻസ് ഓഫീസിൽ സമർപ്പിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പിന് മുന്നിൽ സമർപ്പിക്കാനുള്ള വിശദമായ റിപ്പോർട്ട്. പ്രശാന്തനുമായി ബന്ധപ്പെട്ട കൈക്കൂലി ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടാണ് കണ്ണൂർ വിജിലൻസ് സെൽ കൈമാറിയത്. ഹൈക്കോടതിയിൽ മഞ്ജുഷ നൽകിയ കേസ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. CBIയെ എന്തുകൊണ്ട് സർക്കാർ ഇത്രയധികം ഭയപ്പെടുന്നു? എന്തുകൊണ്ട് CBI വേണം എന്ന ആവശ്യം നവീൻ ബാബുവിൻ്റെ കുടുംബം ഉയർത്തിയപ്പോൾ അപ്പോൾ തന്നെ അതിനെതിരെ ഹാലിളകി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇതേ MV ഗോവിന്ദൻ തന്നെയല്ലേ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി മഞ്ജുഷയോട് പറഞ്ഞത് ഞങ്ങൾ കുടുംബത്തിനൊപ്പമുണ്ടെന്ന്? പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിലും ഗോവിന്ദൻ ആവർത്തിച്ചത് അതുതന്നെ, ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരള സമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള നാടകങ്ങൾ മാത്രമാണ് CPM പാർട്ടി നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തുടർച്ചയായി കാട്ടിയത്. ഏതു വിധേനയും ഈ കൊലപാതകികളെ രക്ഷപ്പെടുത്താനുള്ള ഹീനമായ ശ്രമങ്ങൾ ഒരു പാർട്ടി തന്നെ നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ചോദ്യമാണ് സാധാരണ ജനങ്ങൾ ഉയർത്തുന്നത്. മഞ്ജുഷ എന്ന ഒറ്റയാൾ പോരാട്ടം അവിടെ ശ്രദ്ധേയമാകുന്നു. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിക്ക് മുൻപാകെ പറയുന്നത് ഏതെങ്കിലും മാർഗത്തിൽ CBI അന്വേഷണം ഏർപ്പെടുത്തണമെന്നാണ്. ഇനി അഥവാ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണം. നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ്. നടുക്കുന്ന നീക്കങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേരള മനസ്സാക്ഷി നടുങ്ങി നിൽക്കുന്ന സന്ദർഭം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.